എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ കുറച്ച് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ തന്നെ ഇതും സൈസ് കട്ടേക്കുന്ന കുർത്തീസ് ആണ് കേട്ടോ. എല്ലാ സൈസൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പൊ ഇതിലൊക്കെ ചിലതിന്റെ ഒക്കെ കുറച്ച് ഫാബ്രിക് കാണാം, അതായത് 2-3 കുർത്തികളൊക്കെ ചെയ്യാനുള്ള ഫാബ്രിക് ചിലതിലൊക്കെ കാണും. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ ഓർഡർ തരുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിച്ച കുർത്തി ഇവിടെ ഇല്ലെങ്കിൽ ആ ഫാബ്രിക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പൊ അത് വീഡിയോ വന്ന ഉടനെ തന്നെ ഓർഡർ തരുന്നവർക്ക് മാത്രമായിക്കോട്ടെ കിട്ടത്തുള്ളൂ. അതുപോലെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സൈസ് പറയുന്നില്ല, അതിന് നിങ്ങളത് ഒരു ബാഡ് കമന്റ് ആയിട്ട് പറയരുത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സൈസ് പറയാത്തത് എല്ലാ സൈസും ഇപ്പം ഇല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന സൈസ് ലാർജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ലാർജ് ഇല്ലെങ്കിലും എക്സൽ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈസ് പറയുന്നില്ല. അതുപോലെ ഇപ്പൊ 4XL ആണ് ചോദിക്കുന്നതെങ്കിൽ 4XL ഇല്ലെങ്കിൽ 5XL ഉണ്ടെങ്കിൽ അത് ഓൾറെഡി 4XLർക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ചെറിയ കുർത്തി ഓൾട്ടർ ചെയ്തിട്ട് വലുതെന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാ കുർത്തികളുടെ അകത്ത് ഓൾട്ടറേഷൻ സ്പേസ് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കുർത്തി ഓൾട്ടർ ചെയ്ത് വലുതാക്കുമ്പോൾ ആ സ്പേസ് നിങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെറിയ കുർത്തി ഓൾട്ടർ ചെയ്ത് വലുതാക്കി കൊടുക്കത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഇടാൻ പറ്റുന്ന കുർത്തികൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൈസ് പറയുന്നില്ല. ഇന്നത്തെ കുർത്തികളുടെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് ഒരു 650 മുതൽ 1350 വരെ ഉള്ള കുർത്തീസാണ്. ഇതിൽ ടോപ്പും ബോട്ടം കൂടെ വരുന്നത് കേട്ടോ കുറച്ചൊക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം കാണാം. കുറച്ച് അധികമുണ്ട്. ഡെയിലി വെയറിനെല്ലാം പറ്റിയ നല്ല കോട്ടൺ കുർത്തീസാണ്. അപ്പോൾ ഓരോന്നിട്ട് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. ഇതാണ് അടുത്തത്. സെമി ആലിയ കട്ട് പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ്. ബേസ് കളർ ബ്ലാക്ക് ആണ്. ഒരു മൾട്ടി കളർ ആയിട്ടുള്ള പ്രിന്റ് ആണ്. ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള കുർത്തിയാണ്. ഇതും സെമി ആലിയ കട്ടാണ്. അക്കോബയുടെ ഒരു പീസാണ് സ്ലീവ്സിന്റെ എൻഡിൽ കൊടുത്തേക്കുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇതാണ് അടുത്ത കുർത്തി. പ്യൂർ അജ്രക്കാണ് ഫാബ്രിക്. നല്ലൊരു ചില്ലി റെഡും യെല്ലോയും ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇങ്ങനെ വരും. അടുത്തത് ഇതൊരു പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ചൈനീസ് കോളർ നെക്ക് ആണ്. അതുപോലെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു എൽബോ സ്ലീവ് ആണ് കേട്ടോ. അതിൽ ഇങ്ങനെ ഇതേപോലെ ഒരു ഫ്ലാപ്പ് ഒക്കെ വെച്ചിട്ട് ബട്ടൺ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഒത്തിരി പേർക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇതാണ് അടുത്തത്. ഒരു വേർലി പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതാണ് ക്ലോസർ വ്യൂ. അടുത്തത് ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ഇതാണ് അടുത്ത കുർത്തി. ഇങ്ങനെ വരും. അടുത്ത കുർത്തി ഇതാണ്. ഒരു ബ്ലാക്കിൽ പ്രിന്റ് വന്നിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇതൊരു കോളർ വി പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു ജിമിക്ക പ്രിന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത്. ഇതാണ് അടുത്ത കുർത്തി. ഇതൊരു കലങ്കാരിയുടെ അജ്രക്കഞ്ഞയുടെയും കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇതും പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ്. ഏലൈൻ കട്ട് ആണ് കേട്ടോ. ഞാൻ ആദ്യം എല്ലാ കുർത്തിയും സ്ലിറ്റ് എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ ചിലതൊക്കെ ഏലൈൻ കട്ടും ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വരും. സ്ലീവ്സിൽ ഇങ്ങനെ ഫ്ലാപ്പ് ഒക്കെ വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. പ്യൂർ അജ്രക്കാണ് ഫാബ്രിക്. ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ ബേസ് കളർ വന്നേക്കുന്നത്. ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഒരു ബ്ലൂവും വൈറ്റ് ആണ് കോമ്പിനേഷൻ. യോക്കിൽ കണ്ടോ ഇങ്ങനെ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. ടോപ്പും ബോട്ടം കളക്ഷൻ ആണ് കേട്ടോ. ഞാൻ ഓർഡർ വൈസിലൊന്നല്ല വെച്ചേക്കുന്നത്. കൈ കിട്ടുന്ന രീതിയിലും എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ഇതിന്റെ കൂടെ ബോട്ടം ഉണ്ട്. ഒരു ബ്ലൂവും വൈറ്റ് ആണ് കോമ്പിനേഷൻ. ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് യോക്കിൽ. അതുപോലെ സ്ലീവ്സിലും കൊടുത്തേക്കുന്നത്. സ്ലീവ്സിൽ ഇങ്ങനെ 2 പടി പോലെയൊക്കെ ആയിട്ട് ലേസ് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ കൂടെ വരുന്ന ബോട്ടം. സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രിന്റിലാണ് വന്നേക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നല്ല ലൂസ് ആയിട്ടുള്ളൊരു ബോട്ടം ആണ്. വളരെ കംഫർട്ടബിൾ വെയർ ആണ് നമ്മളുടെ ബോട്ടംസ് ഒക്കെ. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതാണ് അടുത്ത ടോപ്പ്. ഇതും ബ്ലൂവും വൈറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ആ സെയിം പാറ്റേൺ തന്നെയാണ്. ഇങ്ങനെ വരും. കൂടെയും നമ്മൾ ആദ്യം കാണിച്ച ബോട്ടം കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതും ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ അതിന്റെ കൂടെ ബോട്ടം എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് അടുത്തത്. ഇത് പ്യൂർ ഇൻഡിഗോ ബ്ലൂ ആണ് കേട്ടോ. ഇങ്ങനെ വരും. ബ്ലോക്ക് പ്രിന്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെയൊക്കെ ഒരു കുർത്തി ചെയ്യാനുള്ള ഫാബ്രിക് ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇനി എത്ര വലിയ സൈസ് ചോദിച്ചാലും ഒരു സൈസ് ചെയ്യാനുണ്ടാവും. അപ്പൊ ആദ്യം ചോദിക്കുന്നവർക്ക് വലിയ സൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ചെയ്തു തരാൻ പറ്റും. ഇതാണ് അടുത്തത്. ബേസ് കളർ ബ്ലൂ ആണ്. പ്യൂർ അജ്രക്കാണ് ഫാബ്രിക്. പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ്. ഏലൈൻ കട്ടാണ്. എൽബോ സ്ലീവ് ആണ്.
ഇതാണ് ക്ലോസർ വ്യൂ. ഇതാണ് അടുത്തത്. നല്ല ഭംഗിയുള്ളൊരു കളറും പ്രിന്റും ആണ് കേട്ടോ. സെമി ആലിയ കട്ട് പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. നല്ലൊരു ഓറഞ്ച് ആണ് ഇതിന്റെ ബേസ് കളർ വന്നേക്കുന്നത്. അതിൽ ഈ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. സ്ലീവ് സെന്റർ ഇതേപോലൊരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അടുത്ത കുർത്തി. ഇതൊരു സ്ട്രെച്ചബിൾ ഫാബ്രിക് ആണ് കേട്ടോ. ഒരു പിൻടെക്ക് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. സ്ലിറ്റർ കുർത്തിയാണ് കേട്ടോ. ഇതാണ് അടുത്തത്. ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് ഇതിന്റെ ബേസ് കളർ വന്നേക്കുന്നത്. സ്ലീവ്സിലൊരു അക്കോബയുടെ പീസാണ് ബോർഡർ ആയിട്ട് വെച്ചേക്കുന്നത്. അതുപോലെ നെക്ക് ലൈൻ ഒക്കെ പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇത് പ്യൂർ അജ്രക്കാണ് ഫാബ്രിക്. പ്രിന്റ് ഇതാ ഇങ്ങനെ വരും. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. നമ്മൾ കാണുന്ന കുർത്തികൾക്കൊക്കെ മിനിമം ഒരു 47 ഇഞ്ച് ലെങ്ത് കാണും. അതുപോലെ എല്ലാത്തിന്റെ അകത്ത് ഓൾട്രേഷൻ സ്പേസും കാണും. ഇതാണ് അടുത്തത്. നല്ല കളർഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ബേസ് കളർ നല്ലൊരു പിങ്ക് ആണ്. അതിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റുകളാണ്. നെക്കിലേക്ക് ഇങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. സ്ലീവ്സിലേക്കും ലേസ് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ കൂടെ ഒരു ബോട്ടം വന്നിട്ടുണ്ട്. സെയിം കളർ കോമ്പിനേഷൻ തന്നെ. സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഒരു കോളർ പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ലിനൻ ആണ് ഫാബ്രിക്. നല്ലൊരു പീച്ചാണ് ഇതിന്റെ കളർ വന്നേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ഇതൊരു വലിയ സൈസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു 5XL മറ്റോ ആണ് തോന്നുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ലിനൻ ഫാബ്രിക് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് അടുത്ത കുർത്തി വന്നേക്കുന്നത്. പ്യൂർ അജ്രക്കാണ് ഫാബ്രിക്. ഏലൈൻ കട്ടാണ് കേട്ടോ. പ്രിൻസസ് കട്ട് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്ത കുർത്തി. നല്ല ഭംഗിയായിട്ടുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ ആണ് ഇതിന്റെ ബേസ് കളർ. അതിലൊരു ബ്ലാക്കിന്റെയും മജന്തയുടെയും കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കോളറൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ നമുക്ക് മടക്കി വെക്കാം. ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് സ്ലീവ്സിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് അടുത്ത കുർത്തി. നമ്മൾ ആദ്യം ഒരു ബ്ലൂ കണ്ടില്ലേ, ഒരു ബോട്ടം വെച്ച് കാണിച്ചില്ലേ, അതിന്റെ അടുത്ത പ്രിന്റ് ആണ് കേട്ടോ അത്. ഇതൊക്കെ ഒപ്പം അല്ല ഇരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഏകദേശം വരുന്ന എല്ലാം ഒന്നിച്ച് കാണിക്കാമായിരുന്നു. പക്ഷെ ഇത് എടുത്ത് വെച്ചേക്കുന്നത് ആ രീതി തന്നെ ഞാൻ കാണിക്കുകയാണേ. ഇതിന്റെ കൂടെ നമ്മൾ ആദ്യം കാണിച്ചാൽ ബോട്ടം നല്ല ഭംഗിയായിരിക്കും. ഇതാണ് അടുത്തത്. ഇത് ഒരു കോളർ പാറ്റേണിൽ ചെയ്തേക്കുന്നത്, കോളർ വി പാറ്റേണിൽ ചെയ്തേക്കുന്നതാണ്. അതിന്റെ ഈ ഭാഗത്ത് കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇതാണ് പ്രിന്റ് വന്നേക്കുന്നത്. മൾട്ടി കളർ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ്. നമ്മളിതൊരു കോട്ട് സെറ്റ് പോലെയായിട്ട് ചെയ്തേക്കുന്നത്. സെയിം ഫാബ്രിക്കിന്റെ തന്നെ ബോട്ടം ആണ്. സെമി പലാസോ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. വളരെ കംഫർട്ടബിൾ വെയർ ആണ്. ഇങ്ങനെ വരും. ഇതാണ് അടുത്ത കുർത്തി. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അത്. ഇങ്ങനെ വരും. അടുത്ത കുർത്തി ഇതാണ്. ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് യോക്കിലും അതുപോലെ സ്ലീവ്സിലേക്കും വെച്ചേക്കുന്നത്. ഈ ലേസ് വെച്ച് കുർത്തി ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ലൊരു എലഗൻ ലുക്ക് തരുന്ന ഒരു പാറ്റേൺ ആണിത്. ഇതാണ് അടുത്തത്. ഒരു ലാവൻഡറും വൈറ്റ് ആണ് കോമ്പിനേഷൻ. ഒരു അഗ്രഹ പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇങ്ങനെ വരും. പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്. കോട്ട് സെറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. സെയിം കളറിന്റെ തന്നെ സെയിം ഫാബ്രിക് തന്നെയുള്ള ബോട്ടം ആണ്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതും അഗ്രഹ പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു ക്രീമില് യെല്ലോയുടെയും ഗ്രീനിന്റെയും കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ്. അടുത്തത് നല്ലൊരു ബ്ലൂ ആണ് ഇതിന്റെ ബേസ് കളർ. അതിലൊരു വൈറ്റിന്റെയും റെഡിന്റെയും കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് യോക്കിലും സ്ലീവ്സിലേക്കും കൊടുത്തേക്കുന്നത്. സ്ലിറ്റുള്ള കുർത്തിയാണ്. തൊട്ട് മുൻപ് കണ്ടില്ല, അതിന്റെ കളർ ചേഞ്ച് ആണ്. ഇതിന്റെ ബേസ് കളർ നല്ലൊരു പീച്ചാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. കലങ്കാരിയുടെ അജ്രക്കിനയുടെ കോമ്പിനേഷൻ ആണ്. ഒരു അഫ്ഗാൻ കോളർ പാറ്റേണിൽ ചെയ്തേക്കുന്നു. ഇതാണ് അടുത്ത കുർത്തി. ഒരു മസ്റ്റർഡ് യെല്ലോയും മെറൂണും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ. അതിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു നെക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും. ഇതാണ് അടുത്ത കുർത്തി. ബേസ് കളർ നല്ല റെഡ് ആണ് കേട്ടോ. റെഡും ബ്ലൂ ആണ് കോമ്പിനേഷൻ. അതിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലാപ്പ് വച്ചിട്ടുള്ളൊരു കോളറാണ് വന്നേക്കുന്നത്. ഇതാണ് അടുത്തത്. ബേസ് കളർ നല്ലൊരു പിങ്ക് ആണ് കേട്ടോ. ഒരു പ്രിൻസസ് കട്ട് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. എ ലൈൻ കട്ടാണ്.
ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത്. ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിലിതാ ഈ ഒരു പ്രിന്റാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അജ്രക് പ്രിന്റാണ് ഇതിൽ വന്നേക്കുന്നത്. മൾട്ടി പ്രിന്റാണ് കേട്ടോ ഈ ഫാബ്രിക്കിൽ വന്നേക്കുന്നത്. സ്ലീവ്സിലേക്ക് ഇതാ ഇങ്ങനെ പ്രിന്റ്, അതുപോലെ കുർത്തിയുടെ ഹെം ഏരിയയിലേക്ക് ഇതാ ഇങ്ങനെ വരും. ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഞാൻ വീഡിയോയിൽ സൈസ് പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈസും ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന സൈസ് ചിലപ്പോൾ നമുക്ക് ഓൾട്ടർ ചെയ്ത് നിങ്ങളുടെ സൈസിലേക്ക് ആക്കി തരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സൈസ് പറയാതെ ഇരുന്നത്. അതുപോലെ ഇതിന്റെ കുറേയൊക്കെ ഫാബ്രിക് നമ്മുടെ കയ്യിലുണ്ട്. വളരെ കുറച്ച് എണ്ണൊക്കെ ചെയ്യാനുള്ള ഫാബ്രിക്കും കാണും. അപ്പോൾ ആദ്യം ഓർഡർ തരുന്നവർക്ക് നിങ്ങൾ ചോദിക്കുന്ന സൈസ് ഇതിലില്ലെങ്കിൽ നമ്മൾ ആ ഫാബ്രിക് ഉള്ളത് വെച്ച് ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ ഒത്തിരി ഡിലേ ആക്കരുത്. വീഡിയോ വന്ന ഉടനെ തന്നെ ചോദിച്ചാലാണ് അങ്ങനെ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അല്ല ആദ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നാൽ നിങ്ങൾക്ക് ഫാബ്രിക് ഉള്ളതിന്റെ ചെയ്തു തരാൻ പറ്റും. അതുപോലെ നമ്മൾ കണ്ടതെല്ലാം തന്നെ കോട്ടൺ ഫാബ്രിക് ആണ്. അതുകൊണ്ട് വാഷ് കെയറോട് തന്നെ വാഷ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് അധികം നമ്മൾ കാണുന്നത്. അതിൽ കെമിക്കൽസ് ഒട്ടും ഇല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ സോപ്പ് പൊടിയൊക്കെ വളരെ കെമിക്കൽ ചേർന്നതാണല്ലോ. അപ്പോൾ അതിലൊക്കെ കുറേ നേരം ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കല്ലിലൊക്കെ കൊട്ടി അലക്കോ അല്ലെങ്കിൽ മെഷീൻ വാഷൊക്കെ ചെയ്താൽ ഫാബ്രിക് ചീത്തയായി പോകാനും തുണി കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ വാഷ് കെയർ എടുത്ത് തന്നെ ഉപയോഗിക്കണം. കളർ ഗാർഡ് യൂസ് ചെയ്യുക. പക്ഷെ ഡ്രൈ വാഷ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വാട്ടറിൽ മുക്കി എടുത്തിട്ട് തണലിലൊക്കെ ഉണക്കി എടുക്കുക. അല്ലാതെ ഒത്തിരി നേരമൊക്കെ ഡിറ്റർജന്റിലൊക്കെ മുക്കി വെച്ചിട്ട് കല്ലിലൊന്നും കൊട്ടി ഇളക്കാതിരിക്കുക. അങ്ങനെ കെയർ എടുത്ത് ഉപയോഗിച്ചാൽ വളരെ നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക്കുകളാണിത്. പിന്നെ നമ്മൾ ലൈനിങ്ങും കൂടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈനിങ് ഉപയോഗിച്ചാലാണ് കുർത്തികൾ ഒന്നുകൂടി ലാസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളിൽ പലർക്കും ലൈനിങ് ഇപ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. ചൂടൊക്കെ കൂടുന്നതുകൊണ്ട് ലൈനിങ് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ലൈനിങ് ഇടാതെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ അതിനെ ഒന്നുകൂടി കെയർ ചെയ്ത് ഉപയോഗിക്കണം. എങ്കിലാണ് നമുക്ക് അതിന് ലോങ് ലാസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.